ഹലോ, നമസ്കാരം. എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, SSK ചന്ദ്രകാന്തത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. സുഹൃത്തുക്കളെ, പാരോ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് ഭൂട്ടാനിലെ പാരോ ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഇതാണ് ഒരു പ്രത്യേകതയുള്ള എയർപോർട്ട്. ഇത് ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള എയർപോർട്ടാണ്. അതിന് കാരണം ഈ ചുറ്റുപാട് നിൽക്കുന്ന മലനിരകളാണ്. നോക്കുക, വമ്പൻ മലനിരകൾ ഹിമാലയ സാനുക്കളുടെ ഭാഗങ്ങളാണ്. അപ്പോൾ ഹിമാലയത്തിൻ്റെ ആ ഒരു താഴ്വര പ്രദേശം എങ്കിലും വളരെ ഉയരം കൂടിയ മലനിരകളാണ്. അതിന് ഇടയിൽ കുറച്ച് പാടശേഖരം പോലെ ഉള്ള ഭാഗം നിരപ്പാക്കി ചെറിയൊരു എയർപോർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് ലാൻഡ് ചെയ്യണമെങ്കിൽ ഈ പർവ്വതങ്ങളുടെ മേളിൽ കൂടെ വന്ന് കുത്തനെ താഴേക്ക് ലാൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ടേക്ക് ഓഫും, പിന്നെ ഇങ്ങോട്ടുള്ള വഴിയും അതുപോലെ തന്നെ മലനിരകൾക്കിടയിലൂടെ വിമാനം പറത്തണം. അപ്പോൾ സുഹൃത്തുക്കളെ, ഒരു ഹെലികോപ്റ്റർ പറത്തുന്നത് പോലെയല്ല വിമാനം പറത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വളരെ ഡേഞ്ചറസ് ആണ് എന്ന് പറയുന്നത്. അപ്പോൾ ഹെലികോപ്റ്ററിൻ്റെ പ്രത്യേകത മൂലം എല്ലാ ഇതേപോലെയുള്ള വളവും തെരുവും, നമ്മളെ റോഡിൽ വളവും തെരുവും ഒക്കെ ഉണ്ടല്ലോ, എന്നതുപോലെ പർവ്വതങ്ങളുടെ ഇടയിലൂടെയൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് പോരാൻ പറ്റും. പക്ഷേ വലിയ വിമാനങ്ങൾ അങ്ങനെ വരിക എന്ന് പറഞ്ഞാൽ എക്സ്പെർട്ട് പൈലറ്റ്സിന് മാത്രമേ സാധിക്കുള്ളൂ. അതുകൊണ്ട് സ്പെഷ്യൽ പൈലറ്റ് ലൈസൻസ് നേടിയവർക്ക് മാത്രമേ ഇവിടെ ലൈസൻസ് കിട്ടുകയുള്ളൂ സർവീസ് നടത്താൻ. അതുതന്നെയും 2 എയർലൈൻസ് മാത്രമേ ഇവിടെ സർവീസ് നടത്തുന്നുള്ളൂ. ഒന്ന് ഭൂട്ടാനീസ് എയർലൈൻസ്, അതൊരു പ്രൈവറ്റ് കമ്പനിയുടെയാണ്. മറ്റത് ഡ്രൂക്ക് എയർ, അത് ഭൂട്ടാൻ്റെ തനത് എയർലൈൻസാണ്. ഈ 2 വിമാന കമ്പനികൾ മാത്രമേ ഇവിടെ സർവീസ് നടത്തുന്നുള്ളൂ. അപ്പോൾ ഇതാണ് പ്രത്യേകതയുള്ള പാരോ ഇൻ്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ആ കെട്ടിടങ്ങളൊക്കെ അവിടെ കാണാം. തൊട്ട് അടുത്ത് കാണുന്നത് ആണ് ഡിപ്പാർച്ചർ ടെർമിനൽ. നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങ് അവിടെ നിൽക്കുകയാണ്. നമ്മുടെ കൂടെ വന്ന യാത്രികരാണ്. അപ്പോൾ ഒരു നദി പോകുന്ന കണ്ടില്ലേ, പാരോച്ചു റിവർ. പാരോച്ചു എന്ന് വെച്ചാൽ റിവറാണ്. അത് മൂവാറ്റുപുഴ 6 എന്ന് പറയും പോലെ പാരോച്ചു റിവർ ആണ് പാരോയിലൂടെ ഒഴുകുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കൾ നിൽക്കുന്നു, കണ്ടില്ലേ, നമ്മുടെ വാഹനമാണത്, ടൊയോട്ട കോസ്റ്റർ. അപ്പോൾ ആ വാഹനത്തിൽ ചേലേ ലാ പാസിലേക്കാണ് പോകുന്നത്. അത് ഏറ്റവും ഉയരം കൂടിയ മോട്ടോറബിൾ പ്ലേസാണ്. പിന്നെ ഭൂട്ടാനിൽ വളരെ ഉയരം കൂടിയ ഭാഗങ്ങളുണ്ട്. പക്ഷേ മോട്ടോറിൽ റോഡ് മാർഗം ചെന്നെത്താവുന്ന ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ് ചേലേ ലാ പാസ്. അങ്ങോട്ട് പോകുന്ന വഴിക്കാണ് ഇവിടെ ഒരു ഉയർന്ന സ്ഥലത്ത് നിന്നിട്ട് ഈ എയർപോർട്ട്, പ്രത്യേകതയുള്ള എയർപോർട്ടാണല്ലോ. ഒരു കുട്ടി, ഹലോ, അത് മൈൻഡില്ല, അത് കൊച്ചുകുട്ടി, അത് നമ്മൾ അങ്ങനെ കാര്യമാക്കണ്ട. അപ്പോൾ പാരോച്ചു റിവറിന് സമീപം ഉള്ള പാരോച്ചു റിവറാണ് പാരോയുടെ ജീവനാഡി. പാരോ എന്ന് പറയുന്ന ചെറിയ ടൗൺഷിപ്പ്. അപ്പോൾ ചെറിയൊരു ടൗൺഷിപ്പാണ് ഇത്. ഒരു ഹൈവേ പോകുന്നുണ്ട്, 2 സൈഡിലായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ചെറിയ എയർപോർട്ടാണ്, ഒരു ടൗൺഷിപ്പാണ് പാരോ ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് സുഹൃത്തുക്കളെ കാണുന്നത്, പാരോ ടൗൺഷിപ്പ്, ചെറിയൊരു ടൗൺഷിപ്പ്. തിമ്പു എന്ന് പറയുന്ന അതിൻ്റെ ക്യാപിറ്റലിൻ്റെ അത്ര വലിപ്പമുള്ളതല്ല. ഹൈവേ ആണ്, അപ്പുറത്തൂടെ പോകുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ കിടക്കുകയാണ് നമ്മുടെ എയർപോർട്ട്. സാധാരണ എയർപോർട്ടുകളെ വെച്ച് നോക്കുമ്പോൾ ചെറിയൊരു എയർപോർട്ടാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചേലേ ലാ പാസിലേക്കാണ്. ഇവിടെ ഒരു സ്ഥലത്ത് നമ്മൾ നിർത്തുന്നു, കാരണം ഐസ് കണ്ടു പോകുന്ന വഴിക്ക്. ഐസ് അല്ലോ, ഇതെപ്പോഴും കാണാൻ സാധിക്കുന്നതല്ല ആയതുകൊണ്ട് അപ്പോൾ നമ്മളെ ഗൈഡുകൾ സൂചിപ്പിച്ചു, ഒന്ന് ഇറങ്ങി കണ്ടു കളയാമെന്ന് വിചാരിച്ചു. പോകുന്ന വഴിക്ക് അല്പം മുന്നോട്ട് നീങ്ങിയതേ ഉള്ളൂ, അപ്പോൾ തന്നെ ഐസ് കാണാൻ തുടങ്ങി. അപ്പോൾ ഇനി മുകളിലേക്ക് പോകുമ്പോൾ നല്ല തണുപ്പും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും എന്ന് തോന്നുന്നു. ഐസ് വളരെ മനോഹരമായ സ്ഥലമാണ്, നല്ല പ്രകൃതി. അതായത് മൂടൽ മഞ്ഞൊന്നുമില്ല,
സാധാരണ മൂടൽമഞ്ഞാണെങ്കിൽ ഇത്രയും ക്ലാരിറ്റി കിട്ടുകയില്ല. അപ്പോൾ മൂടൽമഞ്ഞ് അത് വേറൊരു ഭംഗിയാണ്. എങ്കിൽ പോലും വീഡിയോ ക്ലാരിറ്റി ഇതാണ് നമുക്ക് കാണുന്നതിന് ഏറ്റവും നല്ല വീഡിയോ ക്ലാരിറ്റി ഉള്ളത് ഒരു ഭാഗ്യമാണ്. അപ്പോൾ നല്ല വീഡിയോ ക്ലാരിറ്റി ഉള്ള അത് മുതലാക്കിക്കൊണ്ട് കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒരു ചെറിയ അരുവി മേളിൽ മലയിൽ നിന്ന് ഇറങ്ങി റോഡ് ക്രോസ് ചെയ്ത് കൾവർത്തിൽ കൂടി താഴേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ ഐസും ഉണ്ട്, ഐസ് കട്ടിയായി കിടക്കുന്നുണ്ട്. ഈ ചെറിയ അരുവിയിലെ വെള്ളത്തിൻ്റെ ശക്തി കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രയർ വീൽ ഇവിടെയുണ്ട്. അതാണ് ഇവിടുത്തെ ഒരു അട്രാക്ഷൻ. അത് നല്ല കൊടിതോരണങ്ങളൊക്കെ ചാർത്തി വളരെ മനോഹരമാക്കി വച്ചിട്ടുണ്ട്, ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കും പ്രകാരം. അപ്പോൾ ഇവിടെ ഇറങ്ങി ഇത് കാണാം. അപ്പോൾ ഈ അരുവി ഇതിലെ വെള്ളത്തിൻ്റെ ആ ശക്തി കൊണ്ട് ഒരു പൽചക്രം അടിയിൽ പ്രവർത്തിക്കുന്നു, കറങ്ങുന്നു. ആ പൽചക്രത്തിൻ്റെ കറക്കം ഒരു പ്രയർ വീലിനെ കറക്കുന്നു. അപ്പോൾ സാധാരണ മനുഷ്യർ പ്രയർ വീൽ കറക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഈ അരുവിയുടെ ശക്തി കൊണ്ട് തന്നെ നമ്മൾ ബുദ്ധിമുട്ടണ്ട. അരുവിയുടെ ശക്തി കൊണ്ട് കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. നമ്മൾ മനുഷ്യർ കറക്കുന്നതിനേക്കാളും വേഗത്തിൽ പ്രയർ വീല് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പ്രകൃതി തന്നെ ഈ പ്രയർ വീലിനെ കറക്കുന്നു. അതിലെഴുതിയിരിക്കുന്ന ബുദ്ധമന്ത്രങ്ങൾ ഇവിടെ എല്ലാം വിലയം പ്രാപിക്കുന്നു. അതുകൊണ്ട് ഈ ഭാഗത്തേക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ പ്രത്യേകത. അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ്. ഇപ്പോൾ ഒരു മേട്, അവിടെ വൈൽഡ് യാക്കിനെ കണ്ടതുകൊണ്ടാണ് ഞങ്ങൾ നിർത്തിയത്. ഇത് ആക്ച്വലി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത ജീവിയാണെങ്കിൽ പോലും വൈൽഡിൽ കാണുന്ന ഇത് അത്ര ഫ്രണ്ട്ലി അല്ല. അത് ചിലപ്പം ആക്രമിച്ചേക്കും. പക്ഷേ അത് വൈൽഡിനെ കാണുന്ന ഒരു പ്രത്യേക ഭംഗിയാണ്. അത് ജീവിക്കുന്ന വനനിരകളിൽ, മേടുകളിൽ, ഒറിജിനൽ ആയിട്ടുള്ള ആവാസ വ്യവസ്ഥയിൽ അതിനെ നേരിട്ട് കാണുക എന്ന് പറയുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. അത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പേരെ ഇറങ്ങിയുള്ളൂ. നമ്മളെ വളരെ ധൈര്യശാലികളായിട്ടുള്ളവർ നമ്മുടെ ആ ടൊയോട്ടോ കോസ്റ്റർ എന്ന് പറയുന്ന വാഹനത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവർ നല്ല ധൈര്യമുള്ളവരായതുകൊണ്ട് അവർ അവിടെ തന്നെ ഇരിക്കുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ സൂക്ഷിച്ചോളണമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ വിട്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് സാഹസികന്മാർ എന്തും വരട്ടെ, ഇത് കാണിക്കൽ പ്രധാനമാണല്ലോ. പ്രേക്ഷകരിലാണ് നമുക്ക് കൂടുതൽ, അവരുടെ കാര്യമാണ് നമുക്ക് ശ്രദ്ധ. അപ്പോൾ എന്തും വരട്ടെ എന്ന് വിചാരിച്ച് ഇറങ്ങി ചിത്രീകരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 1-2 സുഹൃത്തുക്കൾ പുറകിലുണ്ട്. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവരോട് ഒരു മുന്നറിയിപ്പ് തരാൻ പറഞ്ഞിട്ടാണ് ഞാൻ മുന്നാലെ നടക്കുന്നത്. കണ്ടോ, നല്ല സൈസുള്ള യാക്കുകളാണ്. അപ്പോൾ ആക്രമിച്ചാൽ നമ്മുടെ പശു, കാള എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ചുകൂടെ പവറുള്ള, ശക്തിയുള്ള ജീവിയാണ്. ശരീരം മുഴുവൻ രോമാവൃതമാണ്. ഇതിനെ ഇവർ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് വളർത്തുന്നത് പാലിനും ഇറച്ചിക്കുമൊക്കെ വേണ്ടിയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾ പിന്നെയും മുന്നോട്ട് നീങ്ങുകയാണ്. വളരെ മനോഹരമായ വഴി കണ്ടില്ലേ. ഇതിലെ വണ്ടി ഓടിച്ചിങ്ങനെ പോവുക എന്ന് പറയുന്നത് തന്നെ ഒരു അനുഭൂതി സന്ദായകമായ കാര്യമാണ്. സ്വന്തമായി വാഹനം വേണം, എന്നിട്ടിങ്ങനെ ഓടിച്ച് കൊണ്ടേയിരിക്കുക, അത് തന്നെ ഒരു അനുഭൂതിയാണ്. ഞാൻ എന്നെ സംബന്ധിച്ചുള്ള കാര്യം പറയുകയാണ് കേട്ടോ. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. എത്ര മനോഹരമായ പ്രകൃതി എന്ന് നോക്കുക. ചേലേലെ പാസ് എന്ന് പറയുന്ന ഏറ്റവും ഉയരം കൂടിയ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വനപ്രദേശങ്ങളാണ് ചുറ്റുപാടും. ഇവിടെയൊക്കെ ധാരാളം വീണ്ടും ഒരു സ്ഥലത്ത് നിർത്തി. ഇവിടെയും ധാരാളം യാക്കുകളുണ്ട്. മേടുകളിൽ അവ മേഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ധൈര്യം വന്നിട്ടുണ്ട്. അങ്ങനെ അത് വന്ന് ആക്രമിക്കുന്നില്ല എന്നൊരു ധാരണ. യാക്കുകൾക്കും അതുപോലെ ഒരു ധൈര്യം വന്നിട്ടുണ്ട്. അവ നമ്മളെയും പേടിക്കുന്നുണ്ടല്ലോ. പക്ഷേ ഇവിടെ അത് കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാണ്. ഇങ്ങ് റോട്ടിലോട്ടൊക്കെ ഇറങ്ങി നിൽക്കുന്നുണ്ട്. നല്ല ശക്തിയുള്ള, സൈസുള്ള ജീവികളാണ്. ശരീരം മുഴുവൻ രോമാവൃതം. കണ്ടാൽ ഒരു ഐശ്വര്യമുള്ള ജീവിയാണ്. ഇതിനെ കാണാൻ വേണ്ടി മാത്രം ഇവിടെ ഒന്ന് വന്നാലും വേണ്ടൂല. അതിന് പ്രകൃതി അനുഗ്രഹിച്ച് കൊടുത്തിട്ടുള്ള സൗന്ദര്യം, അതിൻ്റേതായ ഒരു സൗന്ദര്യം, ആ തല എടുത്ത് പിടിച്ചുള്ള ഒരു നിപ്പും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം യാക്ക് ചാം ഡാൻസ് ഒരു കൾച്ചറൽ പ്രോഗ്രാമിൻ്റെ ഇടയിൽ പരിചയപ്പെടുത്തിയിരുന്നു.
അപ്പം ഈ യാക്ക് എന്ന് പറയുന്ന ജീവിയുമായിട്ട് ചിരപുരാതന കാലം മുതൽ ഉള്ള ഇവിടുത്തെ നോമാഡ്സിൻ്റെ ഭൂട്ടാനികളുടെ ബന്ധം സൂചിപ്പിക്കുന്ന ഒരു ഡാൻസാണ് കൾച്ചറൽ ആക്ടിവിറ്റിയിൽ കഴിഞ്ഞ ദിവസം കാണിച്ചത്. അപ്പോൾ ഈ ജീവി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ കഴുത്തിൽ എന്തൊക്കെയോ ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് വളർത്തുന്നതാണോ എന്നൊരു ചെറിയ സംശയം. അത് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇത് വന്യമൃഗങ്ങൾക്ക് ഇതുപോലെ ഇത് ഒരു വട്ടക്കെട്ടും കെട്ടി വിട്ടുകൊടുക്കുന്ന പരിപാടിയുണ്ട്. അതെങ്ങനെ പോകുന്നു, എവിടെ പോകുന്നു എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതിന് അടയാളം വെച്ച് വിടുന്ന പരിപാടിയുമുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം വളർത്തുന്നതാണ്, പ്രശ്നമില്ല എന്നും പറഞ്ഞ് നമ്മളങ്ങ് ചെന്ന് മുന്നിൽ ചെന്ന് എല്ലാറ്റിൻ്റെയും കഴുത്തിൽ ഒരു ഇത് ചിലപ്പോൾ പിന്നെ വളർത്തുന്നതാണോ എന്നൊരു സംശയം ഇല്ലാതില്ല. എങ്കിൽ പോലും നമ്മൾ ഒരു പരിധിയിലധികം അങ്ങോട്ട് അടുക്കണ്ട, കുറച്ചുകൂടെ ഒരു ധൈര്യത്തിൽ മുന്നോട്ട് കയറുകയാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര അടുത്തൊക്കെ വന്നിരിക്കുന്നത്. എന്തായാലും ചിലപ്പം വളർത്തുന്നതായിരിക്കും. അത് അങ്ങനെ ഒരു ആക്രമണ സ്വഭാവമായിട്ട് കാണിക്കുന്നതായിട്ട് തോന്നുന്നില്ല. എന്തായാലും നമ്മളെ സുഹൃത്തുക്കൾ വളരെ വളരെ ധൈര്യശാലികളായതുകൊണ്ട് അവർ ഈ ഭാഗത്തെങ്ങും വന്നിട്ടില്ല. അപ്പോൾ മാത്രമല്ല എന്നോട് പോകരുതെന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വെറുതെ സമയം താമസിപ്പിക്കുന്നു എന്നൊക്കെ. കാര്യം അതല്ല, അവർക്ക് പേടി. അതാണ് കാര്യം. അതവർ പറയൂലല്ലോ. അതിൻ്റെ വാലിലെ രോമമൊക്കെ ഇല്ല, കുതിര രോമങ്ങളെ പോലെ ഇടതൂർന്ന രോമങ്ങൾ. അപ്പോൾ എന്തായാലും പ്രകൃതി അനുഗ്രഹിച്ച് കൊടുത്ത ഈ പ്രത്യേക സാഹചര്യത്തിൽ എക്സ്ട്രീം വെതർ, കടുത്ത തണുപ്പും ഒക്കെ ഉള്ള ഈ പ്രദേശത്ത് ജീവിക്കാൻ അനുഗ്രഹിക്കപ്പെട്ട് വിട്ടിരിക്കുന്ന ജീവജാലങ്ങളാണ് ഈ ആക്കുകൾ. അപ്പോൾ അവർ അവിടെ സ്വൈരവിഹാരം നടത്തട്ടെ. എന്തായാലും ഇത് കാണാൻ കഴിഞ്ഞതൊരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ അതിനെയും കണ്ടിട്ട് ഞങ്ങൾ വീണ്ടും മനോഹരമായ റോഡ് മാർഗം മുന്നോട്ട് നീങ്ങുകയാണ്. റോഡ് എന്ന് മാത്രമല്ല, അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രകൃതി അതാ ദൂരെ കാണുന്നു. ജോമുലാരി എന്ന് പറയുന്ന പീക്ക് ഹിമാലയ ശൃംഗത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഏകദേശം ചേലേല പാസ്, എപ്പോഴും എനിക്ക് അങ്ങനെ തെറ്റി വരുന്നുള്ളൂ. അത് ഒരിക്കൽ തെറ്റിയാൽ പിന്നെയും തെറ്റും. അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ പ്രകൃതിയാണ്. ഇത് കാണാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഭൂട്ടാനിൽ വരുന്ന ആൾക്കാർ ആര് തന്നെ ആയാലും ചേലേലെ പാസ് എന്ന് പറയുന്ന ഭാഗം വിട്ടുകളയരുത്. സുഹൃത്തുക്കളെ, വളരെ മനോഹരമായ ഒരു മേടിൽ ഒരു കുതിരയും ഉണ്ട്, യാക്കുകളുമുണ്ട്. അപ്പോൾ ഇതും ചിലപ്പോൾ ഇത് വളർത്തുന്നതായിരിക്കാം, പക്ഷേ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇവിടെയൊക്കെ ധാരാളമുണ്ട്, എണ്ണത്തിൽ കൂടുതലുണ്ട്. അങ്ങനെ ഒരു അപരിചിതത്വമൊന്നും കാണിക്കുന്നില്ല. പിന്നെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തതായിരിക്കാം. ഏതായാലും ഗൈഡ് പറഞ്ഞത് ഇവൻ അക്രമാസക്തനായാൽ വലിയ പ്രശ്നമാണ്, പിടിച്ചാൽ നിൽക്കില്ല. മനുഷ്യനൊന്നും അവനോട് ഒന്നും ചെയ്യാൻ ഒക്കില്ല. അല്ലെങ്കിലും മനുഷ്യൻ സത്യം പറഞ്ഞാൽ മറ്റ് ജീവജാലങ്ങളെ നോക്കുമ്പം വളരെ ആസക്തനായ ഒരു ജീവിയാണ്. ഏതൊരു മൃഗത്തിനും വളരെ ഈസി ആയിട്ട് മനുഷ്യനെ തോൽപ്പിക്കാം. മനുഷ്യൻ അവൻ്റെ തലച്ചോറ് കൊണ്ട് മാത്രമാണ് പിടിച്ചു നിന്നിട്ടുള്ളത്. പിന്നെ ആശയവിനിമയ ശേഷി, പിന്നെ കൂട്ടായ്മ, ഇതിലൊക്കെയാണ് മനുഷ്യൻ പിടിച്ചു കണ്ട. ഒത്തിരി ഒരു അനിഷ്ടം പുള്ളി പ്രദർശിപ്പിക്കുന്നുണ്ട് ആ തലയെടുത്തുള്ള ഈ നോട്ടവും കുലുക്കും ഒക്കെ കാണുമ്പം. എന്തായാലും കാണേണ്ട ഐശ്വര്യമുള്ള ഒരു ജീവിയാണ്. അതിൻ്റേതായ ഒരു ആ നിപ്പ് കണ്ടില്ലേ, വേണ്ട, അതാണ് കാണാനുള്ളത്. വേണ്ട അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ആക്രമിക്കുന്നൊന്നുമില്ല, എങ്കിലും കൂടുതൽ ഇങ്ങോട്ട് അടുക്കണ്ട എന്നുള്ളതാണ് ഒരു സന്ദേശം നൽകുന്നത്. വേണ്ട, വാലിലേക്ക് രോമം, എന്താ അതിൻ്റെ ഐശ്വര്യം. അപ്പോൾ സുഹൃത്തുക്കളെ, ഈ യാക്കെന്ന് പറയുന്ന ഈ മൃഗത്തെ കാണുന്നതിന് വേണ്ടി ഇവിടെ ഒന്ന് വന്നാൽ പോലും അതൊരു തെറ്റല്ല, അത് ഒരു നഷ്ടമാവുകയില്ല. അത് ആ മനോഹരമായ പ്രകൃതിയിൽ അതങ്ങനെ വിരാജിക്കുന്നു. ഇവിടെ കുറേ നേരം ചിലവഴിക്കണമെന്ന് എനിക്കുണ്ട്, പക്ഷേ ഇത് ഗ്രൂപ്പ് ടൂർ ആയതുകൊണ്ട് എനിക്ക് മാത്രമായിട്ട് അങ്ങനെ കിട്ടുകയില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കിട്ടുന്ന ലഭ്യമായത് എടുത്തിട്ട് പിന്നെയും മുന്നോട്ട് നീങ്ങുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ചേലേലെ പാസ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് പങ്കുവയ്ക്കുന്നതാണ്. ബൈ.